ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ ഞാൻ പുറത്തോട്ടിറങ്ങിയതാണ്. പുറത്തിറങ്ങി നമ്മുടെ ചെടികളിലൊക്കെ നോക്കിയപ്പോൾ തലേദിവസം പെയ്ത മഴയുടെ മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ പൂക്കളിൽ പറ്റിയിരിപ്പുണ്ട് കേട്ടോ. അപ്പം നല്ല രസമുണ്ട് ആ കാണാനായിട്ട്. ആ പിങ്ക് കളറിൽ ആ വൈറ്റ് കളർ ഡ്രോപ്സും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പം 2 ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയല്ലേ, എങ്ങനെ ഇടാതിരിക്കും എന്നുള്ളൊരിതിൽ ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഓൾറെഡി ലേറ്റായി, നമ്മൾ 6:30 മണി കഴിഞ്ഞു, 6:30 അപ്പോൾ നമുക്കിനി മോള് സ്കൂളിൽ വിടണം, അങ്ങനെയുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് മുട്ടക്കറി, നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ അതിനായിട്ട് മുട്ട നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അരിയും വെച്ചിട്ടുണ്ട്. ചായ ഞാൻ ആദ്യം വെച്ചില്ല, ചായ ഞാൻ പയ്യെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അരി നമ്മൾ കഴുകാനായിട്ടിട്ടു. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓൾറെഡി ലേറ്റ് ആയല്ലോ, അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മോളെ സ്കൂളിൽ വിട്ടു. ലഞ്ച് പാക്കിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനിയാണ് ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങുക. അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇളയാക്കും കൊടുത്തിട്ടുണ്ട്, ആൾ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ എടുത്തു സാവധാനം ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നെത്തോലിയാണ് കേട്ടോ. അപ്പോൾ നെത്തോലി നല്ല പച്ച നെത്തോലിയായിരുന്നു. അപ്പം നെയ്യുള്ളതാണ്. അതെടുത്ത് ഞാൻ ഫ്രീസറിൽ നിന്ന് മാറ്റി. എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് വന്നതിന് ശേഷം കുറച്ച് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, അത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേവിക്കാനായിട്ട് വെച്ചു. അത് വേവിക്കണതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ നമ്മുടെ നെത്തോലി നുള്ളിയെടുക്കാമെന്ന് വെച്ചു. കുറച്ചധികം ഉണ്ടായിരുന്നു, നെയ്യ് നല്ല തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം അതൊന്ന് നെത്തോലിയൊക്കെ ഒന്ന് നുള്ളിയെടുക്കണം. അപ്പം നുള്ളിയെടുത്തപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് ഞാൻ മാറ്റി വെച്ചു, വറുക്കാനായിട്ട്, രാത്രി വറുക്കാനായിട്ട് എടുക്കാമെന്ന് വെച്ചു. ഇതിപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ കറിക്കും വറുക്കാനും ഒക്കെ എടുക്കും. അപ്പോൾ കുറച്ചേ വയ്ക്കുന്നുള്ളതാണ്. എല്ലാവരും കഴിക്കുകയൊന്നുമില്ല, പിള്ളേർ കഴിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ എടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് കുറച്ച് പീര വറ്റിച്ച് എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കി ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക്, കറിവേപ്പില എല്ലാം ഇട്ട്, പുളിയും ഇട്ട്, മീനും ഇട്ട് നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നെത്തോലി പീര വറ്റിക്കാനായിട്ട്. പിന്നെ കുറച്ച് നെത്തോലി എടുത്ത് വറുക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി എന്നുള്ളത് അറിയുന്നത്. ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇട്ടുള്ളൂ, ഇച്ചിരി കറിവേപ്പിലയും. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി തിരുമ്മി ഞാൻ ഒരു സൈഡിലോട്ട് അത് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ മീൻകറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മോര് കാച്ചിയതും ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടിലും വേണ്ടി ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ കടുക് പൊട്ടിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഉള്ളിയും കറിവേപ്പില അറിയാമല്ലോ, കടുക്, ഉലുവ എല്ലാം, അപ്പോൾ അതെല്ലാം ഒഴിച്ച് നമ്മുടെ മീനിനകത്തോട്ട് ഒഴിച്ച് ഇളക്കിയതിന് ശേഷമുള്ളതാണ്. അതിന് ശേഷം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇടും കടുക് പൊട്ടിക്കുമ്പോഴേ. അപ്പം അതും കൂടെ ഒന്ന് റെഡിയാക്കി. അത് കഴിഞ്ഞ് മീൻ വറുക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. കുറച്ച് നെത്തോലി എടുത്തിട്ടുള്ളൂ, ബാക്കി രാത്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വറുത്തു. എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്, അതേപോലെ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടു. അത് കഴിഞ്ഞ് ഞാൻ നാളത്തേക്ക് ദോശയ്ക്ക് ആട്ടാനായിട്ടിട്ട്, അത് കഴിഞ്ഞ് ഞാൻ വന്ന് മുറി ഇതായിരുന്നു കോലം രാവിലത്തെ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കണം. പിന്നെ 2 ഡ്രോയറുണ്ട്, ഞങ്ങളുടെ മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്ന ഡ്രോയർ. അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഇല്ല, പിള്ളേരുടെ ഹെയർ ബാൻഡ്സ്, സ്ലൈഡ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോഴത്തേനും നമ്മുടെ മുറി റെഡിയായി, നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. 5 മിനിറ്റ്, അതിലപ്പുറം പോകില്ല ഈ ഭംഗി. അത് കഴിഞ്ഞ് ഞാൻ ആ ഡ്രോയിങ് കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. ഒരുപാട് ഭംഗിക്കൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമുക്ക് എടുക്കാൻ പാകത്തിനൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് ഡ്രോ. സെറ്റായതിന് ശേഷം എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.